ഇസ്രായേലും ഇറാനും തമ്മിൽ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ എപ്പോഴുണ്ടാകുമെന്നുള്ള ചോദ്യം പലപ്പോഴായി ഉയർന്നു കേൾക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ സകല പ്രതീക്ഷകളും തകർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ഇറാനിൽ അമേരിക്കയുടെ ആ മാരകായുധം പ്രയോഗിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാനിൽ അമേരിക്ക പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇറാന്റെ ആണവ നിലയം തകർക്കാനായി ബങ്കർ ബസ്റ്റർ ബോംബുകൾ നേരത്തെ അമേരിക്ക പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇറാനിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആശങ്കകൾ വളരെയധികം വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. ലോകം മുഴുവൻ സമാധാനം പ്രതീക്ഷിച്ചിരുന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഘോരമായ യുദ്ധത്തിൽ അടുത്തിടെ ഉണ്ടായ ഈ ആക്രമണം വെടിനിർത്തലിന്റെ എല്ലാ സാധ്യതകളെയും മാറ്റിമറിച്ചതായിട്ടാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനെതിരായിട്ടുള്ള ഒരു വൻ ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കിട്ട വീഡിയോയും അമേരിക്ക ഇപ്പോൾ മയപ്പെടാൻ ഒരു തരത്തിലുള്ള മാനസികാവസ്ഥയിലുമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇസ്ഫഹാനിലെ ഈ തീപിടുത്തം സൈനിക താവളങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല, മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കി. ട്രംപിന്റെ ഈ ആക്രമണാത്മക തന്ത്രവും ആണവ സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്ന ഈ നടപടിയും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ മേഘങ്ങളെ കൂടുതൽ ഇരുണ്ടതാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ ഈ സംഘർഷം കൂടുതൽ ഭയാനകരമായിട്ടുള്ള രൂപം പ്രാപിച്ചേക്കാമെന്നുള്ളതും റിപ്പോർട്ടുകളിലുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ US തങ്ങളുടെ ശക്തമായ B2 ബോംബർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ ഉടൻ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ വൻതോതിലുള്ള പ്രതികരണമായി അവരുടെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏകദേശം 2.3 ദശലക്ഷം ജനസംഖ്യയുള്ളതും ബദൽ സൈനിക വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ഇസ്ഫഹാനിലെ നഗരത്തിൽ രാത്രി ആകാശം വലിയ സ്ഫോടന ശബ്ദത്താൽ മുഖരിതമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം സൂക്ഷിച്ചിരുന്ന ഇസ്ഫഹാൻ നഗരത്തിൽ വ്യോമാക്രമണം നടന്നു എന്നുള്ളതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയാണ്. വാൾ സ്ട്രീറ്റ് ജേർണലിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ സൈന്യം ഇസ്ഫഹാനിലെ ഒരു വലിയ വെടിമരുന്ന് ഡിപ്പോയിൽ 2000 പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.